going to explain the basics of work, energy and power. സോ വർക്കിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ രണ്ട് ഫിഗർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ, ഒരു ഒബ്ജക്റ്റിനെ ഒരാൾ നിന്ന് പുഷ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു ഒരു ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ അക്കോർഡിംഗ് ടു സയൻസ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സെക്കൻഡ് ഫിഗർ, സപ്പോസ് യു ആർ പുഷിങ് എ wall, you applied a lot of force, still the wall does not move, so there is no displacement or no work done. സോ രണ്ട് ഫിഗറിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫിഗറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. സോ ഓൾവേസ് റിമെമ്പർ ടു കണ്ടീഷൻ നീഡ് ടു ബി ഫുൾഫിൽഡ് ഫോർ വർക്ക് ടു ബി ഡൺ. Number 1, a force should act on an object. Number 2, the object must be displaced. So if any one of this condition does not exist, work is not done. So work done എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറയുന്നത്. വർക്ക് ഡൺ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം എനി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റർ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. വർക്ക് ഡൺ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാറുണ്ട്, എഫ് ഡി കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെ വർക്ക് ഡൺ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചു. ഓക്കെ, ദെൻ ഞാനിവിടെ ഒരു ഫിഗർ വരയ്ക്കുവാണ്. ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിലോട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് ഫോഴ്സസ് ആണ് F1, F2 ആൻഡ് F3. ഈ ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ്. ഈ ഒബ്ജക്റ്റിൽ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു ഒരു ഡിസ്റ്റൻസ് ഡി. ദെൻ ഈ ഒബ്ജക്റ്റിൻ്റെ ന്യൂ പൊസിഷൻ എന്ന് പറയുന്നതാണ് ബി. One thing you have to remember is the work done by one force is independent of the work done by other forces, but the total work done depends on all forces. Clear? സി, നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഫോഴ്സ് ഒരു വേരിയബിൾ ആണെങ്കിലോ, ഫോഴ്സ് വേരി ചെയ്യുന്നൊരു ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ വർക്ക് ഡൺ കണ്ടുപിടിക്കും? ഇവിടെ നമ്മളൊരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫോഴ്സ് വേരിയബിൾ ആണ്, ഫോഴ്സ് വേരി ചെയ്യുന്നതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെ പോകുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി എക്സ്. ഇനി രണ്ട് പൊസിഷൻ എടുക്കുവാണ്, x1 എന്ന് പറയുന്നൊരു പൊസിഷൻ ആൻഡ് x2 എന്ന് പറയുന്നൊരു പൊസിഷൻ. ഇതിൻ്റെ വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം? w ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 ടു x2 ഇൻറ്റു എഫ് ഡി എക്സ്. സോ നമുക്ക് ഈ ഇക്വേഷൻ വച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും കീമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, ദെൻ പവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. പവറിൻ്റെ ഇക്വേഷനാണ് W/T. അതായത് ഇഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഇൻ എ ടൈം ഇൻ്റർവൽ T, ദ ആവറേജ് പവർ ഈസ് ഡിഫൈൻഡ് ആസ് P ഈസ് ഈക്വൽ ടു W/T. For instantaneous power or rate of doing work, P is also called dW/dt. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡബ്ല്യുവിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ d/dt ഓഫ് എഫ് ഇൻറ്റു എസ് എന്ന് വരാം. ഇനി എസ്സിനെ ഞാൻ അകത്തോട്ടെടുത്തു, ഫോഴ്സ് ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് എസ്സിനെ ഞാൻ അകത്തോട്ടെടുത്തു കഴിഞ്ഞാൽ ds/dt ഇൻറ്റു എഫ് എന്ന് വരും. എന്താണ് ds/dt? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, വെലോസിറ്റി. സോ പവറിനെ നമുക്ക് എങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം, പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇനി നമ്മൾ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിന് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ്. സോ റിമെമ്പർ ദിസ് വാല്യൂ, 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്സ്. ദെൻ എനർജി, എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ എ സിസ്റ്റം ടു പെർഫോം വർക്ക്. ഓർ ഇങ്ങനെയും പറയാം, കപ്പാസിറ്റി ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം ടു പെർഫോം വർക്ക്. Energy exists in several forms such as kinetic energy, potential energy, elastic energy, chemical energy, അങ്ങനെ ഒത്തിരി എനർജീസ് ഉണ്ട്.
സോ നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ഒരു ഡാം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആണെന്നറിയാം. ഓക്കെ, അതിൻ്റെ ടോപ്പ് പൊസിഷൻ, അവിടെ നിന്ന് വെള്ളം പോകുന്നു, വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നു. അപ്പോൾ ആ വെള്ളം മുകളിലോട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ വെള്ളം താഴോട്ട് വരുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ട് ആ വെള്ളത്തിന്. സോ അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ. സോ പൊട്ടൻഷ്യൽ എനർജിക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് പറയാം. ഒന്ന് പൊസിഷനെ ബേസ് ചെയ്തുള്ള ഇക്വേഷനും അതുപോലെ തന്നെ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനും. പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഈ ഡാമിൻ്റെ കേസിൽ തന്നെ മുകളിൽ നിൽക്കുന്ന സമയത്ത് അതിനൊരു ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജീനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പൊസിഷനെ ബേസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പറയുന്നത് ഈ ഡാമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ മുകളിൽ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് താഴോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിലാണ് mgh എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് വേറൊരു കേസ് എടുക്കാം. ഒരു സ്പ്രിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് എടുക്കുവാണ്. ആ സ്പ്രിംഗ് സിസ്റ്റത്തിൻ്റെ എൻഡിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മോഷൻ ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷനെ ചേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെയും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത്? ½ kx² എന്ന് പറയുന്നത്. k എന്ന് പറയുന്നത് ആ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും x എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. സോ കൈനറ്റിക് എനർജി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ½ mv². നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കൈനറ്റിക് എനർജിയിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയുണ്ട്. അത് പറയുന്നതിന് മുന്നേ നമ്മളെല്ലാവർക്കും അറിയാവുന്ന ലീനിയർ മൊമെൻറ്റം P എന്ന് പറയുന്ന ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു mv ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ P ഈസ് ഈക്വൽ ടു mvനെ ഞാൻ ഈ K ഈസ് ഈക്വൽ ടു ½ mv² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജീനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. കീമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് വച്ചിട്ട് ചോദിക്കാറുണ്ട്. സോ KE ഈസ് ഈക്വൽ ടു p²/2m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഡാമിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ടിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതിനുശേഷം ആ വെള്ളം മൂവ് ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുന്നത്? കാര്യം നമ്മൾ പറഞ്ഞു പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പറയുന്നതെങ്കിൽ mgh ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന പൊട്ടൻഷ്യൽ എനർജി താഴോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. ലാസ്റ്റ് എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്താവുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു പാർട്ട് കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നു എന്ന് നമുക്ക് പറയാം. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. രണ്ട് വർക്ക് എനർജി തിയറമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വർക്ക് എനർജി തിയറം 1 ആൻഡ് വർക്ക് എനർജി തിയറം 2. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം 1, net work done is equal to change in kinetic energy, or the net work done on a particle equals the change in particle's kinetic energy. So work done is equal to change in kinetic energy, that is equal to ½ mv² minus ½ mu². നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. സോ ½ mv² മൈനസ് ½ mu². v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി. ഇനി വർക്ക് എനർജി തിയറം 2, the work done on a body decreases its potential energy if the work is done by a conservative force. എന്താണ്? the work done on a body decreases its potential energy if the work is done by a conservative force. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് കാരണം പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ദീസ് ഫോഴ്സ് ആർ പാത്ത് ഇൻഡിപെൻഡൻറ്റ്. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. എക്സാമ്പിൾ ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ്. സോ വർക്ക് എനർജി തിയറം 2 അനുസരിച്ചിട്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? മൈനസ് ഓഫ് ഡെൽറ്റ പൊട്ടൻഷ്യൽ എനർജി, മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. സോ
മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യൽ. സോ ആ മൈനസ് നമുക്ക് അതോട് കേട്ടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യൽ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ. സോ വർക്ക് എനർജി തിയറം 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. സോ വർക്ക് എനർജി തിയറം 2 ആണെങ്കിലോ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. So today I completed the first section of the topic. I am planning to do more videos from this topic itself in the coming days. Thank you.